സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ വേടനെ പറ്റി അറിയാനായിട്ട് ഒരുപാട് ആളുകൾ കാണും. അതുകൊണ്ട് തന്നെയും അവർക്കൊക്കെയും ഡെയിലി ഒരു അപ്ഡേറ്റ് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, വേടനെതിരെയുള്ള ഒരു സ്ത്രീകൾ കൊടുത്ത പരാതി, ഒരു സ്ത്രീ അല്ല 4 സ്ത്രീകൾ കൊടുത്ത പരാതി കോടതിയിൽ പരിഗണനയിലിരിക്കെ കോടതി പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയ്ക്കകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരാകണമെന്നാണ്, അതായത് നാളെ. അപ്പോൾ നാളെ നമുക്കറിയാം എന്തായിരുന്നു വേടൻ ചെയ്തിട്ടുള്ള കാര്യമെന്നുള്ളതും അതിന് ഈ പറയുന്ന 4 യുവതികളും ഇരയാക്കപ്പെട്ടവരാണോ അതോ അതിജീവിതകളാണോ എന്നുള്ളതും നമുക്ക് നാളെ അറിയാം. നമുക്ക് എന്തായാലും കേരളത്തിലെ ചോറ് നിന്ന് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ അറിയാം വേടൻ ഇങ്ങനത്തെ തെറ്റ് ചെയ്തിട്ടില്ല. വേടൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ പരസ്പര സമ്മതത്തോടു കൂടിയുള്ളൊരു ശാരീരിക ബന്ധമാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരാളെയും കെട്ടിയിട്ട് പീഡിപ്പിക്കുകയോ അവരെ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും വേടൻ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേടൻ തന്നെ അത് ശരിവെച്ചതിന് ശേഷമാണ് ഒളിവിലേക്ക് പോയത്. എന്തുകൊണ്ട് ഒളിവിൽ പോയി എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ ഒരു തെറ്റുപറ്റി പറഞ്ഞു പോയത് കാലിക്കറ്റ് സർവകലാശാല വേടനെ പാഠ്യ വിഷയമാക്കുന്നു എന്നാണ്. പക്ഷേ അത് കേരള സർവകലാശാലയാണ് പാഠ്യ വിഷയമാക്കാൻ പോകുന്നത്. നമുക്കറിയാം, കാലിക്കറ്റ് സർവകലാശാല വേടന്റെ പാട്ടിനെ പാഠ്യ വിഷയമാക്കുന്നു എന്നറിഞ്ഞപ്പോൾ മുതലാണ് സംഘിമിത്രങ്ങൾക്ക് കുരുപൊട്ടിയത്. അങ്ങനെ സംഘികളുടെ കുരുപൊട്ടലിൽ കൂടിയാണ് വേടനെ ഒരു പീഡന വീരനും മീറ്റു ആരോപണ കേസിലേക്ക് വീണ്ടും വലിച്ചിടാൻ ശ്രമിച്ചതും കഞ്ചാവോളി പുലിപ്പലിന്റെ വിഷയത്തിലേക്ക് കൊടുക്കാൻ ശ്രമിച്ചതും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിന് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് സൈബർ പോരാളികളെയൊക്കെ RSSും BJPയും എല്ലാം മുന്നിലേക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കെല്ലാവർക്കും അത് സുപരിചിതമാണ്. ഒരാൾക്കും മുഖമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കുന്ന അന്നു മുതൽ ഈ പ്രശ്നങ്ങൾ വലിയ രീതിയിലേക്ക് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പോയി. അതിൻ്റെ പിന്നാലെ വേടന്റെ ഒളിവിലേക്ക് വേടൻ പോവുകയും ചെയ്തു. അപ്പോൾ ഈ വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയമാക്കണോ എന്നുള്ളൊരു ചിന്താഗതിയിൽ അതിങ്ങനെ പരസ്പരം അവരിങ്ങനെ ഒരു സംവാദത്തിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വേടൻ ഒളിവിൽ പോയി വിഷയങ്ങളൊക്കെ മാറുന്നതും പിന്നീട് വേടന്റെ ഹർജി 16-ാം തീയതി പരിഗണിക്കുമെന്നുള്ളൊരു വിഷയം വന്നപ്പോൾ കൂടുതൽ ഈ പറയുന്ന ഇരകളെ മുന്നിലേക്ക് ഇറക്കി വിട്ട് കളിക്കുകയും ചെയ്ത സംഘപരിവാറിനെ നമ്മൾ കണ്ടു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം 2 ദിവസമായിട്ടുള്ളൂ സർവകലാശാലയിൽ നിന്ന് ഈ ഒരു അറിയിപ്പ് വന്നിട്ട്. അതായത് വേടന്റെ പാട്ട് 4 വർഷ ഡിഗ്രി കോഴ്സിൽ ഇംഗ്ലീഷ് 3ാം സെമസ്റ്ററിൽ പാഠഭാഗമായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പാട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിൽ ഞാൻ വാഴുന്ന ഇടം എന്നുള്ളത്. അപ്പോൾ അതിൽ വേടനെ പറ്റി പറഞ്ഞിരിക്കുന്നത് വേടൻ ദി റവല്യൂഷണറി റാപ്പർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു കലാകാരൻ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിപ്ലവാത്മകമായിട്ടുള്ള രീതിയിൽ ഗാനം ആലപിക്കുന്ന അല്ലെങ്കിൽ റാപ്പ് ആലപിക്കുന്ന ഒരു കലാകാരൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു നല്ലൊരു പേരിട്ടുകൊണ്ട് തന്നെയാണ് സംഘമിത്രങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടുന്ന രീതിയിൽ തന്നെയാണ് കേരള സർവകലാശാല ഈ ഒരു പാഠ്യ വിഷയം അല്ലെങ്കിൽ ഈ ഒരു പാട്ടിനെ പാഠ്യ വിഷയമാക്കാൻ പോകുന്നത്. കാലിക്കറ്റിലുള്ള ഇവരുടെ ഈ വിപ്ലവവും ഇവരുടെ പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ ഒരു ചൂടോടുകൂടി ഇരിക്കുമ്പോൾ തന്നെയും ഈ കേരള സർവകലാശാല ഇതൊരു പാഠ്യ വിഷയമാക്കാൻ പോവുകയാണ്. എന്നാൽ ഇതിനെതിരെയും ഒരു പാഠ്യ വിഷയമാക്കുന്നതിനെതിരെ VC വൈസ് ചാൻസലർ ഒരു മുന്നറിയിപ്പുമായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ പാഠ്യ വിഷയമാക്കാൻ പോകുന്നു എന്നുള്ളൊരു വിശദീകരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് +2 ഒരു പാഠ്യ വിഷയമാക്കുന്നു എന്നുള്ളത്. അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല. എന്നാൽ കേരള സർവകലാശാലയിൽ പാഠ്യ വിഷയമാക്കുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വേടനെ പറ്റി പറയുന്നത്, വേടൻ മീനിങ് ഹണ്ടർ ഇൻ മലയാളം. ഇൻ എ റാപ്പർ നോൺ for his revolutionary spirit, his music often focuses on social justice and the rights of marginalized communities. Vedan's lyrics are deeply rooted in the struggles of the oppressed, and his songs serve as a voice for those who are often unheard. Through his music, Vedan has become a symbol of resistance and empowerment in the Malayalam rap scene. ഇതപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് വായിക്കാൻ കുറച്ച് പാട്. ഞാൻ അതിൻ്റെ സൈഡിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വേടൻ എന്ന് പറഞ്ഞാൽ ഒരു വിപ്ലവകാരിയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ദി റവല്യൂഷണറി റാപ്പർ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വേടൻ എന്നത് മലയാളത്തിൽ വേട്ടക്കാരൻ എന്നാണ് അർത്ഥം. വിപ്ലവാത്മക ചിന്താഗതിക്കാണ് വേടൻ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. സാമൂഹിക നീതിയെയും അട്ടിമറിക്കപ്പെട്ട സമൂഹങ്ങളുടെ അവകാശങ്ങളെയും കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ സംഗീതം കൂടുതലായും ഈ പറയുന്ന ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വേടൻ്റെ വരികൾ പീഡിതരുടെ പോരാട്ടങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കപ്പെടാതെ പോകുന്നവർക്കൊരു ശബ്ദമായി പ്രവർത്തിക്കുന്നു. അതായത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവർക്കൊരു ശബ്ദമായിട്ട്, നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായിട്ട് വേടൻ്റെ ഈ പറയുന്ന വരികൾ ഒരു പ്രവർത്തിച്ചു വരും നമ്മുടെ കേരളത്തിൽ അല്ല നമ്മുടെ സമൂഹത്തിൽ. തൻ്റെ സംഗീതത്തിലൂടെ മലയാളം റാപ്പ് രംഗത്ത് വേടൻ പ്രതിരോധത്തിൻ്റെയും ശക്തിപ്പെടുത്തലിൻ്റെയും പ്രതീകമായി മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വേടൻ്റെ പാട്ട് എന്തുകൊണ്ട് കേരള സർവകലാശാലയിൽ പഠിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മുടെ ഈ പറയുന്ന കേരള സർവകലാശാല എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു കാര്യം കാണുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ ഇതിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, ശ്രദ്ധേയമായിട്ടുള്ളൊരു കമൻറ്റാണ്. ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് വിനോദ് കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. താരതമ്യം ചെയ്യാനും വിലയിരുത്താനും പ്രകൃതി നാശത്തിൽ പ്രതികരിക്കാനും ചെറിയ പ്രായം തൊട്ടേ കുട്ടികൾ ശീലിക്കട്ടെ. കിരാതവൃത്തം പഠിക്കുന്ന +2 വിദ്യാർത്ഥികൾ അതിന് പ്രാപ്തരാകട്ടെ. +1 വേരുകൾ നഷ്ടപ്പെടുന്നവർ എന്ന പാഠത്തിലൂടെ പ്രകൃതിയിലേക്ക് മടങ്ങാനുള്ള ആഹ്വാനമുണ്ട്. അതോടൊപ്പം കാണുന്ന ഒരു വീഡിയോ SCRT ട്രെയിനിങ്ങിൽ നൽകിയിട്ടുള്ളതാണ് എർത്ത് സോങ് എന്ന മൈക്കിൾ ജാക്സന്റെ പാട്ടും. പുതിയ തലമുറയ്ക്കനുസരിച്ച് ചോദ്യങ്ങൾ മാറണം. വേടന്റെ വരികൾ കുട്ടികൾക്ക് പരിചിതമാണ്. സ്വരൂപിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ട ആശയം +2 മലയാളത്തിൽ അവർ പഠിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്. ഇതിൽ വേടന്റെ പാട്ടിലെ ഏത് വരികളാണ് ഇവരൊരു പാഠ്യ വിഷയമാക്കാനായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാട്ടുമരത്തിൻ്റെ മനം മുറിഞ്ഞേ, കാക്കി ഭൂതങ്ങൾ വനം നിറഞ്ഞേ, യന്ത്രത്തോക്കുകൾ മന്ത്രമോതുമ്പോൾ അമ്മ കിളി കരഞ്ഞേ, വനമകൾ ഒരു തീ നിന്റെ മാറ തുളഞ്ഞല്ലോ, മനവും തകർന്നു പെരുങ്കാട് കരഞ്ഞല്ലോ, മലയിൽ ഒരു വെടുക്കും അരുവിരണം നിറഞ്ഞ് അറുകപ്പൂൽ കരഞ്ഞല്ലോ, പൂങ്കാവനത്തിലോ പോര് എന്നുള്ളൊരു വേടന്റെ പാട്ടാണ്. അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ എല്ലാവരും പലപ്പോഴായിട്ട് പാടിയിട്ടുള്ള പാട്ട് തന്നെയായിരിക്കും അല്ലെ. ഇതിൽ ഒരുപാട് വരികളുണ്ട്. കാടിൻ്റെ മകൻ, തെരുവിൻ്റെ മകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടൻ്റെ ഒരുപാട് വരികളിൽ കൂടി വേടൻ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദി റെവല്യൂഷണറി റാപ്പർ എന്ന് പേരിട്ട് വേടൻ്റെ ഈ ഒരു പാഠ്യ വിഷയമാക്കാനായിട്ട് സർവകലാശാല തുനിഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള വ്യക്തികളെ പാഠ്യ വിഷയമാക്കിയില്ലെങ്കിൽ പിന്നെ ആരെയാണ് പാഠ്യ വിഷയമാക്കേണ്ടത്? മഹാത്മാഗാന്ധിയെ എന്തുകൊണ്ട് മഹാത്മാവെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം ഒരു ജീവചരിത്രത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകളും എല്ലാം അദ്ദേഹം തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെയാണ്, അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ നടത്തിയത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു മഹാത്മാവായിട്ട് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വേടനും അങ്ങനെ ഒരു വ്യക്തി തന്നെയല്ലേ. വേടനും പറഞ്ഞത്, ഞാനിതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നെ കണ്ട് ആരും ശീലിക്കാൻ പാടില്ല. അതിന് മുൻപ് തന്നെ വേടൻ പറയുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗ് ആരും ഉപയോഗിക്കരുത് മക്കളെ, അത് ചെകുത്താനാണ്, നിങ്ങളെ കാർന്ന് തിന്നും, നിങ്ങളുടെ കുടുംബം നശിപ്പിക്കും, അതുകൊണ്ട് നിങ്ങൾ ആരും ഉപയോഗിക്കരുത്, കഞ്ചാവും ലഹരി ഉപയോഗിക്കരുതെന്ന് വേടൻ പിടിയിലായതിനു ശേഷം വേടൻ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ്, ഇനി അതാരും ഉപയോഗിക്കരുത്, എന്നെ വേടൻ്റെ നല്ല ശീലങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക, മോശം ശീലങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, അത് ചെയ്യരുത് എന്ന് തന്നെയാണ് വേടൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കുരു പൊട്ടുന്ന ആളുകളുടെ ചേതോ വികാരം എന്താണെന്നുള്ളത് എനിക്ക് ഇത്രയും ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ഒരു താഴ്ന്ന ഗതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു താഴേക്കിടയിൽപ്പെട്ട ഒരു പയ്യൻ അവൻ ഉയർന്നു വരുന്നതാണോ പ്രശ്നം? അത് തന്നെയായിരിക്കുമല്ലേ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ വേടൻ്റെ ഈ വരികളിൽ പോലും പറയുന്നത് അടിച്ചമർത്തലുകളെ പറ്റി തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ ഈ അടിച്ചമർത്തലുകൾക്കെതിരെ തന്നെയാണ് വേടൻ ഇത്രയും നാൾ നിലകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിലകൊണ്ടപ്പോൾ അവനൊരു രാജ്യദ്രോഹിയായി, കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ അവനൊരു തെറ്റുകാരനായി. പക്ഷേ കേരളത്തിലെ നല്ലൊരു സമൂഹം ജനങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ജനങ്ങളും വേടനെ കുറ്റവാളിയായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആ വേടൻ സംസാരിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മകനുണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ കൂടിയാണ് അവരാരും വേടനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്തത്. ഈ വേടനെതിരെ സംസാരിക്കുന്നത് ആരാണെന്നും അവരുടെ രാഷ്ട്രീയം എന്താണെന്നുമെല്ലാം നമുക്കെല്ലാവർക്കും ഈ ആദ്യം മുതലേ അറിയാം. പ്രത്യേകിച്ച് അതിനൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇനിയും വേടൻ്റെ പാട്ടുകളും വേടൻ്റെ ഓരോ വരികളും കേരളത്തിൽ ഉച്ചത്തിൽ അലയടിക്കുമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇത് മുഴങ്ങി കേൾക്കും. എന്നാൽ ഇത് കേൾക്കാൻ വിമുഖതയുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിക്കും. അതായത് NR മധു അല്ലെങ്കിൽ നമ്മുടെ KP ശശികല അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. നമ്മുടെ മാരാരൊക്കെ എവിടെ പോയെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എവിടെടാ മാരാരെ? നിനക്കിപ്പോൾ ഒന്നും പറയാനില്ലേ? വലിയ പ്രസ്താവനയായിട്ടൊക്കെ വന്നതാണല്ലോ, വേടൻ റാപ്പറല്ല റേപ്പറാണ്, ഈ വേടനെ ഈ പറയുന്ന ഇടതുപക്ഷ സർക്കാർ അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. വേടൻ നല്ലത് ചെയ്യുന്നുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ വേടനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ വേടനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ട്? ഒരു കഞ്ചാവോളി അല്ലെങ്കിൽ ഒരു പീഡന വീരൻ എന്നുള്ളൊരു പേരും പറഞ്ഞിട്ട് അവർക്കും തള്ളിക്കളയാം. പക്ഷേ വേടൻ്റെ റിലവൻസ് ഇവിടെ എത്രത്തോളം ആവശ്യമാണ്, ഇന്നത്തെ സമൂഹത്തിൽ എത്രത്തോളം വേടൻ്റെ റിലവൻസ് ആവശ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് വേടനെ അവർ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. അതിൽ എത്ര വെമ്പൽ കൊണ്ടിട്ടോ എത്ര കുരു പൊട്ടിയിട്ടോ യാതൊരുവിധ വിഷയവുമില്ല, അല്ലെങ്കിൽ യാതൊരുവിധ കാര്യവുമില്ല. വേടൻ ഇനിയും വേടൻ്റെ പാട്ടുകളുമായി മുന്നിലേക്ക് പോകും. വേടനെ ദ്രോഹിച്ചവർക്കുള്ളൊരു മറുപടിയുമായിട്ട് എന്തായാലും വേടൻ പെട്ടെന്ന് തന്നെ വരും. ഈ ഒരു വീഡിയോ കാണാനായിട്ട് ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പനിയായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലിരിക്കുകയാണ്, ശരീരത്തൊക്കെ അസഹനീയമായിട്ടുള്ള വേദനയാണ്. അപ്പോൾ പോലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേടൻ എന്തായാലും തിരിച്ചു വരട്ടെ എന്ന് പറയുകയാണ്. വേടൻ്റെ ഈ ഒരു ജാമ്യാപേക്ഷ അല്ലെങ്കിൽ വേടനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച വരെ സമാധാനത്തോടുകൂടി ഇരിക്കാം. അതിനുശേഷം ഇരകൾ അല്ലെങ്കിൽ അതിജീവിതകൾ ഹാജരാക്കുന്ന അല്ലെങ്കിൽ സംഘിക്കുട്ടന്മാർ ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി തീരുമാനത്തിലേക്ക് എത്തുക. എന്ത് തന്നെയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും സ്വാഗതാർഹമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷത്തോടെ കേൾക്കാൻ പറ്റുന്ന ഒരു വാർത്തയാവട്ടെ കോടതിയുടെ വിധിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.